ഹായ് എന്നെ മനസ്സിലായില്ലല്ലേ, ഞാനാണ് ഇൻസ്റ്റഗ്രാം. ആ ചിരിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നവല്ലേ, അവരെൻ്റെ കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സും കുറച്ച് ട്രിക്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് മുന്നേ അത് കേട്ടു. അപ്പോൾ നിങ്ങളൊക്കെ അത് അറിഞ്ഞിട്ട് കുറേ ആളുകൾ ആ ഒരു ഫീച്ചേഴ്സൊക്കെ ചെയ്യാത്ത ആളുകളുണ്ട്, ചിലവരൊക്കെ അത് മറന്നു പോയ ആളുകളുണ്ട്. പിന്നെ ചിലതൊന്നും വന്നത് അങ്ങനെ ഒരു ഫീച്ചർ ഉള്ളത് ചിലവർക്ക് അറിയേയില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. എന്തായാലും കൊള്ളാം, നിങ്ങൾ കണ്ടു വാങ്ങാ. ഹലോ, ദിസ് ഇസ് ഫവാസ് വാച്ചിങ് അഡോബിക്സ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയല്ലോ. അപ്പോൾ ഫസ്റ്റത്തേതാണ് ആനിമേറ്റഡ് ടെക്സ്റ്റ് മെസ്സേജ്. ഈ പറയാൻ പോകുന്ന സംഭവം ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും സാധാരണ ഹായ് ഹൂയ് എന്നൊക്കെ ആ നോർമൽ ടെക്സ്റ്റിൽ അങ്ങ് അയക്കാറാണ് പതിവ്. പക്ഷേ വേറെ ലെവലൊരു സാധനം എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. പക്ഷേ വെറുതെ അവിടെ അങ്ങനെ ഒരു ഫീച്ചർ കിടക്കുന്ന ആരും ഉപയോഗിക്കുന്നില്ല. പെട്ടെന്ന് കേട്ടിട്ട് ചെയ്തോ. കറക്റ്റ്. ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആർക്കാണോ മെസ്സേജ് ചെയ്യേണ്ടത് ആ ഒരു മെസ്സേജ് നേരെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നോർമലായിട്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു സെർച്ചിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് അത് ഫുള്ളായിട്ട് ആനിമേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. പല രീതിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻഡ് ആവുന്നതാണ്. ഇനി ഇത് ഓപ്പൺ ചെയ്യുന്ന ആൾക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, ഒരു ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലായിരിക്കും വരിക. ഇതേപോലെ തന്നെ ഒരുപാട് ആനിമേഷൻസ് അവൈലബിൾ ആണ്. ഫയർ ടൈപ്പിലായിട്ടും സെലിബ്രേഷൻ ടൈപ്പിലായിട്ട്, അതേപോലെ തന്നെ ലവ് സിമ്പിൾസ് ഒക്കെ ഉള്ള അങ്ങനെ പല തരത്തിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത തവണ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ, എല്ലാം ഇങ്ങനെ ആനിമേറ്റഡ് ആയിട്ട് അയക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്പർ 2, ആരുടെ സ്റ്റോറി വേണമെങ്കിൽ കാണാം, പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് അവർക്ക് അറിയാൻ സാധിക്കില്ല. ഇത് പിന്നെ ഒരുപാട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് സ്റ്റോറിയാണോ കാണേണ്ടത് അതിന് മുന്നേ ഉള്ളതോ ശേഷമുള്ള സ്റ്റോറി നമ്മൾ നേരെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ചൊന്ന് മൂവ് ചെയ്യുക. പൂർണ്ണമായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു എന്നുള്ള അവർ മനസ്സിലാക്കും. അപ്പോൾ ഇത്രയൊന്ന് മൂവ് ചെയ്തതിന് ശേഷം നേരെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടതായിട്ട് അവിടെ കാണുന്നില്ല. അതേപോലെ തന്നെ അവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതേപോലെ തന്നെ ഏതൊരു സ്റ്റോറിയാണ് ആണെങ്കിലും അതിന് മുന്നേ ഉള്ളതോ ശേഷമുള്ള സ്റ്റോറി നേരെ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് മൂവ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കണ്ടതിന് ശേഷം നേരെ അങ്ങ് ക്ലോസ് ചെയ്യുക. എനിക്കിങ്ങനെ പകുതിയൊന്നും കണ്ടാൽ പോരാ, എനിക്കത് കാണുകയും വേണം, ഡൗൺലോഡ് ചെയ്യാൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ storydown.com എന്നുള്ള വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. അതിനുശേഷം ആരുടെ സ്റ്റോറിയാണോ കാണേണ്ടത് ഡൗൺലോഡ് ചെയ്യേണ്ടത് അവരുടെ പ്രൊഫൈൽ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് അവരുടെ എല്ലാ സ്റ്റോറീസും കാണാനും സാധിക്കും. അതേപോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറി സേവ് ചെയ്യാനും സാധിക്കും. ഇതേപോലെ തന്നെ പോസ്റ്റ് എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ പോസ്റ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നമ്പർ 3, ഷോർട്ട് കട്ട് ടു ടൈപ്പ് ലോങ് മെസ്സേജ്. നമ്മൾ സ്ഥിരമായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മെസ്സേജുകൾക്കും നമുക്ക് ഷോർട്ട് കട്ടുകൾ കൊടുക്കാൻ സാധിക്കും. അതായത് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ക് യു എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം എന്ന് കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ നേരെ മെസ്സേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കണ്ടില്ലേ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മെസ്സേജിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ഷോർട്ട് കട്ടാണോ കൊടുക്കേണ്ടതെന്ന് കൊടുക്കാം. അപ്പം ഞാനിവിടെ ടി എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ എന്ത് മെസ്സേജാണ് ആ ഒരു ഷോർട്ട് കട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വരേണ്ടത് എന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ താങ്ക് യു എന്ന് കൊടുത്തു. അതിനുശേഷം ഇമോജീസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും താങ്ക് യു എന്ന് പറയണമെങ്കിൽ, വെൽക്കം എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് എന്ത് സംഭവം പറയുമെങ്കിലും ജസ്റ്റ് ടി എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജിൻ്റെ ഐക്കൺ വരും. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഫുൾ ആ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള സംഭവം വന്നു, സെൻഡ് എന്ന് കൊടുക്കാം. ഇതേപോലെ തന്നെ മറ്റുള്ളതൊക്കെ സിമ്പിളായിട്ട് തന്നെ കൊടുക്കാവുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ AD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക് വന്നു, ഞാനത് മെസ്സേജ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് കോപ്പി പേസ്റ്റ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക ഒന്നും വേണ്ട, സമയം കളയേണ്ട ആവശ്യമില്ല. നമ്പർ 4, ഡോണ്ട് ഷോ സീൻ നൗ. അതായത് നമ്മൾ ഏതെങ്കിലും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് സീൻ ആയിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ കാണാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമുണ്ട്, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഓപ്പൺ ചെയ്യരുത്. അതിന് പകരമായിട്ട് നേരെ ബാക്ക് ചെയ്തിട്ട് ആ ഒരു അക്കൗണ്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റെസ്ട്രിക്റ്റഡ് എന്നുള്ളത് നേരെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡിസ്മിസ് എന്നുള്ളത് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ നേരെ മെസ്സേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കില്ല. അതിന് പകരമായിട്ട് ഇവിടെ റിക്വസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ തന്നെ ആ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. നേരെ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അവരയച്ചിട്ടുള്ള എല്ലാ മെസ്സേജും കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് അവർക്ക് അറിയാൻ സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് അവർക്ക് റീപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് റീപ്ലൈ കൊടുക്കാവുന്നതാണ്.
നമ്പർ 5, ആഡ് മൾട്ടി ഇമേജ് ജസ്റ്റ് 1 ക്ലിക്ക്. അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റോറിയിലൊക്കെ മൾട്ടി ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം നിലവിൽ എല്ലാത്തിലും ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിൽ നമുക്ക് ഗാലറിയിൽ ഏത് ഫോൾഡറിലാണ് എന്ന് സെലക്ട് ചെയ്തൊന്നും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യണം. ചിലപ്പോൾ കുറേ താഴെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ അനുഭവിക്കുന്നതാണ്. എൻ്റെ ലോഗോ കുറച്ച് താഴെ ഉള്ളതാണ്. പക്ഷേ ആ ഒരു താഴേക്ക് പോകുന്നതാണ് ഇങ്ങനെ ഇരുന്ന് താഴെ പോയി സെലക്ട് ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. യെസ്, ഇനി നിങ്ങൾ നേരെ ഗാലറി പോയിട്ട് നിങ്ങൾക്ക് ഏതെല്ലാം ഇമേജ് ആണോ വേണ്ടത് അതെല്ലാം ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷെയർ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഈ ഒരു ആപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ സ്റ്റോറിയിൽ പോവുക. സാധാരണ പോലെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ക്ലിപ്പ് ബോർഡിൻ്റെ ഒരു ബബിൾ ടൈപ്പിലൊരു ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ അത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് എല്ലാം കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നേരെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് വരുന്നതാണ്. അവിടെ ആയിട്ട് ഏത് ഇമേജ് ആണോ വേണ്ടത് അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നേരെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഏത് പൊസിഷനിലാണ് വേണ്ടതെന്ന് വെച്ചാൽ വെക്കുക. ഇതേപോലെ തന്നെ എല്ലാ ഇമേജും സെയിം തന്നെയാണ്. ഇമേജ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ടെക്സ്റ്റിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് പൊസിഷനിൽ വെക്കുക. ഇതേ സെയിം പ്രോസസ്സിങ് തന്നെ എത്ര ഫോട്ടോസ് ഉണ്ടോ അതിനൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. യെസ്, അടുത്ത് ഡബിൾ ടാപ്പ് ആൻഡ് സ്വിച്ച് അക്കൗണ്ട്. അതായത് നമുക്ക് 2 അക്കൗണ്ടോ 3 അക്കൗണ്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്വിച്ച് ആവും. എന്തിനാ ഉപയോഗം അതൊക്കെ അവരോട് പറയുന്നത്. ഏകദേശം അവർക്കൊക്കെ ഇത് അറിയാം. എന്നാലും കിടക്കട്ടെ, അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും കിടക്കട്ടെ അല്ലേ. ഇവിടെ താഴെയായിട്ട് ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ആദ്യമേ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, അടുത്ത അക്കൗണ്ടിലേക്ക് സ്വിച്ച് ആയി. ഇതേപോലെ തന്നെ ഇനി മറ്റേ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ടിലേക്ക് സ്വിച്ച് ആയി. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ആഡ് ലിങ്ക് മോർ ഇൻട്രസ്റ്റിംഗ്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ യൂട്യൂബിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ലിങ്കുകൾ നമ്മൾ സ്റ്റോറിയിൽ ആഡ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ ആ ഒരു സ്റ്റിക്കറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് എന്നുള്ള പോയി കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സാധാരണ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഡൺ എന്ന് കൊടുത്തിട്ട് അത് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുക. നമുക്കൊരു വേറെ വെറൈറ്റി ആയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതേപോലെ ലിങ്ക് നിങ്ങൾ നേരെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കസ്റ്റമൈസ് സ്റ്റിക്കർ ടെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്താണോ വേണ്ട ടെക്സ്റ്റ്, അവിടെ കാണേണ്ട ടെക്സ്റ്റ് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാച്ച് ഫുൾ വീഡിയോ അല്ലെങ്കിൽ ക്ലിക്ക് ഹിയർ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡൺ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കൊടുത്തുള്ള ടെക്സ്റ്റ് ആണ് അവിടെ കാണുന്നത്, ആ ഒരു ലിങ്കിൻ്റെ നെയിമല്ല. അപ്പം കുറച്ചുകൂടെ മെച്ചപ്പെട്ടില്ലേ. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ വെറൈറ്റി ആക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലിക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സ്റ്റിക്കർ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് സെർച്ച് ചെയ്തിട്ട് ആ ഒരു സ്റ്റിക്കർ നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഈ ഒരു ലിങ്കിൻ്റെ നേരെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ മുകളിലായിട്ട് വെച്ചിട്ട് അത് സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ സ്റ്റോറി കാണുന്ന ആൾക്ക് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതാണ് കാണുന്നതെങ്കിൽ അതിന്മേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് നേരെ പോപ്പപ്പ് ആയിട്ട് വരും. ഇത് പലർക്കും അറിയാത്തൊരു സംഭവം തോന്നുന്നു. കാരണം പല സ്റ്റോറീസ് കാണുന്ന സമയത്തും ഈ ഒരു ലിങ്കിൻ്റെ പേരാണ് അവിടെ ഉണ്ടാവാറ്. അപ്പോൾ എങ്ങനെയുണ്ട് ടിപ്സൊക്കെ? കുറേ ആളുകൾക്ക് അറിയാത്തത് ഉണ്ടാവും, കുറേ ആളുകൾ അറിഞ്ഞിട്ട് മറന്നു പോയിട്ട് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ട് അല്ലേ. എനിക്കറിയാം, കാരണം എൻ്റെ ഇതിൽ വന്നിട്ടല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ. കുഴപ്പമില്ലല്ലേ. അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ടിപ്സ്, ഇനി എത്ര ടിപ്സ് കിടക്കുന്നു. പിന്നെ ലൈക്കൊന്ന് അടിക്കാൻ പറ, എന്നാലേ ഇതുപോലുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊരു ഇതുണ്ടാവുള്ളൂ. ലൈക്ക് അവർക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതോ അറിയാത്ത ഏതെങ്കിലും ടിപ്സ് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക് തന്നെ ചെയ്തോളും. എന്തായാലും കഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്യുന്നല്ലേ, ഒരു ലൈക്ക് കൊടുത്തേക്ക്. ഇതിന് മുന്നേ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ട്രിക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ അതൊന്ന് കാണാൻ പറഞ്ഞു. അത് മാത്രം മതിയോ? അതല്ലാതെ നമുക്ക് കമൻറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും നിൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും എല്ലാം അങ്ങ് പറയാം. എനിക്ക് പിന്നെ അതല്ല പണി. എന്നെ അവിടെ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്. ബാക്കി നീ അങ്ങ് പറഞ്ഞോ കേട്ടോ. ശരി. ഓക്കെ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ കൊടുക്കാൻ മറക്കണ്ട. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.